അത്തരം കാര്യങ്ങളൊക്കെ വന്നാൽ അതിനൊരു പ്രത്യേക പരിഗണന അന്ന് അബ്ദുറബ് പ്രത്യേകം കേസിൻ്റെ അങ്ങനെയാണ്. ചില ആളുകൾ നോക്കിയിട്ട് വല്ല തിരക്കിനിടയിലാണെങ്കിലും ഓഫീസിൽ വന്ന് ഒപ്പിട്ടൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വലതും നോക്കുന്നൊരു പതിവുണ്ടായി. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കപ്പെടും. ചില ആളുകളുടെ ലെറ്റർ ഹെഡിനെ പോലും ബഹുമാനിക്കപ്പെടുന്നത്. ഒരാൾ നേരിട്ട് കടന്നു വരുന്നതിനേക്കാൾ ഒരാൾ നേരിട്ട് വേദിയിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ബഹുമാനം, ആ ബഹുമാനം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ലെറ്റർ ഹെഡിന് പോലും അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ അതിന് ബഹുമാനം അറിയിക്കുന്നു എന്ന് പറയുമ്പോൾ VS എന്ന ആ ഒരു വലിയ മനുഷ്യൻ്റെ വ്യക്തിത്വത്തെയാണ് അവിടെ അടയാളപ്പെടുത്തുന്നത്. എന്തായാലും അദ്ദേഹം ഇന്ന് നമ്മോടൊപ്പമില്ല. ഒരു നൂറ്റാണ്ട് നമ്മുടെ കൂടെ ജീവിച്ച് 8 പതിറ്റാണ്ടിലേറെ കാലം ഈ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ട് ജനങ്ങളെ ചേർത്ത് വെച്ചതാണ്. അദ്ദേഹത്തിൻ്റെ നിര്യാണവുമായി ബന്ധപ്പെട്ട വിലാപയാത്രകൾ കടന്നു പോകുന്ന വഴിയോരങ്ങളിലൊക്കെ 10,000 ഒരു നോക്ക് കാണാൻ, തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് അവർ കാത്തിരിക്കുന്ന ആ ഹൃദയഭേദകമായിട്ടുള്ള സന്ദർഭങ്ങളെ നമ്മൾ കേരളം എന്നും ഓർത്തുപോകും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് എത്രമാത്രം അതൊരു ശൂന്യത സൃഷ്ടിക്കുന്നുവോ അതിലേറെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും VS എന്ന് പറയുന്ന ഒരു സമരനായകൻ്റെ വിയോഗം അതിനേറെ ശൂന്യത സൃഷ്ടിക്കുന്നുണ്ട്. എന്തായാലും അദ്ദേഹം ജീവിതകാലത്ത് അദ്ദേഹം ഉയർത്തിപ്പിടിച്ച കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ക്യാപിറ്റലിസത്തിനെതിരായിട്ടല്ല അദ്ദേഹം നിലകൊണ്ടു, ബൂർഷകൾക്കെതിരായിട്ട് അദ്ദേഹം നിലകൊണ്ടു. അതിനൊക്കെ പാവങ്ങളുടെ കൂടെ ഒരു അത്താണിയായി അദ്ദേഹം നിലകൊണ്ടിട്ടുണ്ട്. ആ ആശയമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. അദ്ദേഹം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ആ ആശയധാരയിലൂടെ പിന്നിട്ട വഴികളിലൂടെ ശേഷിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ ഓരോ അണികൾക്കും നേതാക്കൾക്കും പ്രവർത്തിക്കാൻ കഴിയട്ടെ. അതിന് VSൻ്റെ ജീവചരിത്രം ഒരു പ്രചോദനമാകട്ടെ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനുള്ള അങ്ങേയറ്റത്തെ അനുശോചനവും ദുഃഖവും രേഖപ്പെടുത്തിക്കൊണ്ട് നിത്യശാന്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.